ഹായ്, ബിജേഷ് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തന്നെ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് അല്ലെ ബിസിനസ് കാർഡ് നമുക്ക് തന്നെ യാതൊരു ചെലവുമില്ലാതെ പെട്ടെന്ന് നമ്മുടെ മൊബൈലിൽ വളരെ മനോഹരമായിട്ട് നിർമ്മിക്കാൻ സാധിക്കും. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് എൻ്റെ ഡിജിറ്റൽ വിസിറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് കാർഡാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ ഫോട്ടോസും അഡ്രസ്സും ഉണ്ടാകും, അതുപോലെ ധാരാളം ഐക്കൺസും. ഇതിലെ ഫോണിൻ്റെ ഐക്കൺസിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നതായിരിക്കും. അതുപോലെ വാട്സപ്പിൽ ടച്ച് ചെയ്താൽ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. അതുപോലെ തന്നെ മെയിലിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിലേക്ക് മെസ്സേജ് നേരിട്ട് അയക്കാൻ സാധിക്കും. അതുപോലെ ടെലിഗ്രാമിൽ തൊട്ട് കഴിഞ്ഞാൽ ടെലിഗ്രാം മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്ത വെബ്സൈറ്റാണ്. അതിൽ തൊട്ടാൽ എൻ്റെ വെബ്സൈറ്റ് വരും. ഫേസ്ബുക്കിൽ തൊട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് വരും. അതുപോലെ ലൊക്കേഷൻ തൊട്ടാൽ എൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ഒരു ഡിജിറ്റൽ ഒരു ബിസിനസ് വിസിറ്റിംഗ് കാർഡ് നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും വളരെ എളുപ്പത്തിൽ. നമുക്കത് കാണാം ഈ വീഡിയോ. ഇതിനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യണം സ്മാർട്ട് ഓൾ ഇൻ വൺ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഐക്കണുള്ള ആപ്പാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിൻ്റെ പെർമിഷൻസ് എല്ലാം കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടിയിരിക്കുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേജ് ഇതുപോലെ ഇരിക്കും. ഇതിൽ മുകളിൽ കാണുന്ന ഈ ഐക്കണിൽ നമ്മൾ തൊട്ട് നമ്മുടെ പ്രൊഫൈൽ പൂരിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ പ്രൊഫൈലിൻ്റെ ഫോട്ടോയാണ് സെലക്ട് ചെയ്യേണ്ടത്. ആ ഐക്കണിൽ തൊട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് കിട്ടും. അതിൽ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത നല്ലൊരു ഫോട്ടോ എടുക്കാൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ക്യാമറ വെച്ച് ഓൺ ദ സ്പോട്ടിൽ ഫോട്ടോയാണെങ്കിലും സെലക്ട് ചെയ്യാം. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പിന്നെ നമ്മുടെ പേരാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടിയിരിക്കുന്നത്. അവിടെ നമ്മുടെ പേര് പൂരിപ്പിച്ചതിന് ശേഷം അടുത്ത നമ്മുടെ തൊഴിൽ നമ്മൾ എൻ്റർ ദ ഡെസിഗ്നേഷനാണ്. നിങ്ങൾ ഏത് മേഖലയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഹോം അഡ്രസ്സ് ഇവിടെ വീട്ടുപേരോ ഫ്ലാറ്റ് നമ്പറോ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ്, ഏത് പോസ്റ്റ് ഓഫീസിലാണ് നിങ്ങളെന്ന് പൂരിപ്പിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ചേർക്കുക. ഇവിടെ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചേർക്കേണ്ടിയിരിക്കുന്നത്. വാട്സുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പിന്നെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പേജ് ഓപ്പൺ ആകുന്നതാണ്. ഈ പേജിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ക്രിയേറ്റ് യുവർ ഡിജിറ്റൽ വിസിറ്റിംഗ് കാർഡ് എന്ന ഒരു ഐക്കൺ. ആ ഐക്കണിൽ നമ്മൾ തൊടുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൻ്റെ ബാക്കി ഭാഗങ്ങളായ ടെലിഗ്രാം യൂസർ നെയിമാണ് അവിടെ ചേർക്കേണ്ടത്. അവിടെ ടെലിഗ്രാമിൻ്റെ യൂസർ നെയിം ചേർക്കുക. അതിനുശേഷം ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഫേസ്ബുക്കിൻ്റെ അഡ്രസ്സാണ് കോപ്പിയാണ് എടുക്കുന്നത്. അതിന് ഫേസ്ബുക്ക് പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വലതുവശത്ത് ഒരു 3 കുത്ത് കാണും. ആ 3 കുത്തയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന പേജിൻ്റെ ഏറ്റവും അടിയിൽ കാണാം യുവർ പ്രൊഫൈൽ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ അടിയിൽ കാണാം കോപ്പി ലിങ്ക്. നമ്മൾ ആ കോപ്പി ലിങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ കോപ്പി ലിങ്ക് കിട്ടും. അത് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും ബിസിനസ് സംബന്ധമായ വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ ചെയ്യുക. അതിനുശേഷം ലൊക്കേഷനാണ്. ലൊക്കേഷൻ എടുക്കാനായിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. അത് നമ്മുടെ യുവർ ലൊക്കേഷൻ ഉണ്ടാവും. അവിടെ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സെക്കൻഡ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പേജ് കിട്ടും. അവിടെ ഷെയർ യുവർ ലൊക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. ഷെയർ യുവർ ലൊക്കേഷനിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡിൽ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് കിട്ടും. കോപ്പി ടു അങ്ങനെ നമ്മുടെ ലൊക്കേഷൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ഡിജിറ്റൽ കാർഡ് എന്ന ബട്ടണിൽ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ കാർഡ് അവിടെ ക്രിയേറ്റ് ആവുകയാണ്. അത് നമുക്ക് ഏത് രീതിയിലും ഷെയർ ചെയ്യാം. ഇവിടെ ഞാൻ വാട്സപ്പ് ടിക്ക് ചെയ്യുന്നു. അതിൽ നമുക്ക് ബന്ധപ്പെട്ട ആളുടെ കോണ്ടാക്ട്സിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിന് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ PDF ഫയൽ നമുക്ക്
ആർക്ക് വേണേ. ഇതാണ് ഇപ്പോൾ എൻ്റെ ഡിജിറ്റൽ ബിസിനസ് ഓർ വിസിറ്റിംഗ് കാർഡ്. ഈ PDF ഫയൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏത് രീതിയിൽ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിൽ ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഈ അറിവ് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു.